പലയിടങ്ങളിലായി ഇരട്ട വോട്ടാണ് ഈ കള്ളവോട്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളിലേക്കൊക്കെ എത്തിയത്. ഒരാൾക്ക് തന്നെ 2 ഇടങ്ങളിൽ വോട്ടുള്ള അവസ്ഥയൊക്കെ അതൊക്കെയാണ് വലിയ പരാതികൾക്ക് അടിസ്ഥാനമാവുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം വഞ്ചൂരിൽ BJP CPM സംഘർഷം. കള്ളവോട്ട് നടന്നെന്നും പ്രവർത്തകയെ മർദ്ദിച്ചെന്നും ആരോപിച്ച് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. വഞ്ചൂരിൽ റീപോളിംഗ് നടത്തണമെന്നുള്ള ആവശ്യവും ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂന്തുറ വാർഡിൽ കള്ളവോട്ട് ആരോപണമുണ്ട്. 5-ാം നമ്പർ ബൂത്തിലെ വോട്ടറായ സുരേഷിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു എന്നുള്ളതാണ് പരാതി. പത്തനംതിട്ട വെച്ചൂച്ചിറ പഞ്ചായത്ത് കോളനി UP സ്കൂളിലെ ബൂത്തിലും കള്ളവോട്ട് പരാതി ഉയർന്നു കഴിഞ്ഞു. വോട്ടെടുപ്പ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് വഞ്ചൂരിൽ ഇക്കാണുന്ന ബൂത്തിന് മുൻവശത്ത് സംഘർഷഭരിതമായ അന്തരീക്ഷമുണ്ടായത്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വോട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. BJP പ്രവർത്തകർ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വോട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ അത് ചോദ്യം ചെയ്തു. CPM പ്രവർത്തകർ ട്രാൻസ്ജെൻഡേഴ്സിന് പിന്തുണയുമായി എത്തുകയാണ് ഉണ്ടായത്. ഇവർക്ക് ഇരട്ട വോട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതായിരുന്നു BJPയുടെ ആരോപണം. ഇത് പിന്നെ തർക്കത്തിലേക്കും പിന്നെ അടിപിടിയിലേക്കും കലാശിക്കുകയാണ് ഉണ്ടായത്. ഈ വഞ്ചൂര് വാർഡിലെ ഇല്ലാത്തവർ വോട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഞങ്ങൾ തടഞ്ഞു. ഓഫീസറെടുത്ത് സാറേ ചലഞ്ച് ചെയ്യണമെന്ന് ചലഞ്ച് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. വോട്ട് ചെയ്ത് പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ID കാർഡുണ്ട്, ഈ വാർഡിലല്ല വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അതായാലും മതി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യണം. BJPയുടെ ആരോപണം അപ്പാടെ നിഷേധിക്കുകയാണ് LDF ചെയ്തത്. വഞ്ചൂർ വാർഡിൽ തോൽവി ഭയം കൊണ്ട് BJP ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇതെന്നാണ് LDF ആരോപിക്കുന്നത്. അടിച്ചു എന്ന് പറയാം. അടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചെങ്കിൽ അടിച്ചെന്ന് പറയും. എന്തിനു വെറുതെ അടിച്ചില്ല എന്ന് പറഞ്ഞു? ഞങ്ങൾ അടിക്കാനൊന്നും പോയിട്ടില്ല, അടിക്കാനും പോയിട്ടില്ല. ഒരു അവശബ്ദം പോലും നമ്മളെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അങ്ങനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കുറേ അടിയും ഇടിയും ഒക്കെ കാണുകയും കൊള്ളുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ നമ്മൾ. അങ്ങനെയുള്ള മോശക്കാരൊന്നുമല്ല. പക്ഷേ ഇത് കള്ളപ്രചാരവേല നടത്തിയാൽ ഞങ്ങളിവിടെ നിൽക്കുക തന്നെ. പോലീസെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പോലീസിന് കൃത്യമായ ബോധ്യമുണ്ടല്ലോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന്. കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള പരാതി UDFനുമുണ്ട്. അതുകൊണ്ട് ഇവിടെ റീപോളിംഗ് വേണമെന്നുള്ള ആവശ്യം UDF മുന്നോട്ട് വയ്ക്കുന്നു. 7 മണിക്ക് ക്യാമറ വന്നില്ല. 8 മണിയായിട്ടാണ് ക്യാമറ കൊണ്ട് വയ്ക്കാൻ വന്നത്. 1 മണിക്കൂർ ഡിലേ അത് വരുത്തി. അത് ROയുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയാണ് വന്നത്. കളക്ടറേറ്റിൻ്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയാണ് വന്നത്. 1 മണിക്കൂർ അത് ഹൈക്കോടതിയിൽ നാളെ ഞാൻ വീണ്ടും റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂന്തുറ വാർഡിലും കള്ളവോട്ട് നടന്നു എന്നുള്ള പരാതി വന്നിട്ടുണ്ട്. സുരേഷ് എന്ന് പറയുന്ന ആളുടെ വോട്ട് സുരേഷ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴാണ് അത് മറ്റാരോ ചെയ്തതായി അറിയുന്നത്. എൻ്റെ മുമ്പേ വന്ന് എൻ്റെ പേര് വെച്ച് അവൻ ആരോ വോട്ടിട്ടിട്ട് പോയിരിക്കുന്നു. ഇപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് വോട്ടിടാൻ പറ്റുന്നില്ല. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.